നിങ്ങൾ എപ്പോഴെങ്കിലും റിഗ്രറ്റ് ചെയ്യാനിടയായ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളെ നിയന്ത്രിച്ചുവെന്ന് ഉള്ളിന്റെ ഉള്ളിൽ അറിഞ്ഞുകൊണ്ട് ഒരുപക്ഷെ പേടി കാരണം മാർക്കറ്റ് ഏറ്റവും ഇടിഞ്ഞപ്പോൾ നിങ്ങൾ വിറ്റിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഒരു ഹോട്ട് സ്റ്റോക്കിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നത് കേട്ട ആവേശത്തിൽ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടാകാം. സത്യമെന്തെന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇൻവെസ്റ്റിംഗിൽ ഇമോഷൻസിനെ നിയന്ത്രിക്കുന്നത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ യഥാർത്ഥ വിജയികൾ മാർക്കറ്റിനെ മാത്രമല്ല, അവരുടെ മനസ്സിനെയും നിയന്ത്രിക്കാൻ പഠിക്കുന്നവരാണ്. പക്ഷേ ഇതിലൊരു ട്രാപ്പ് ഉണ്ട്. നിങ്ങളുടെ ഇമോഷൻസിനെ അവഗണിക്കുന്നത് ഒരു പരിഹാരമല്ല. നിങ്ങൾ പേടിയെയോ ആഗ്രഹത്തെയോ അടക്കി വെക്കാൻ ശ്രമിക്കും തോറും അവയുടെ ശബ്ദം ഉച്ചത്തിലാവും. അപ്പോൾ എന്താണ് യഥാർത്ഥ കഴിവ്? നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളെക്കൊണ്ട് മോശം തീരുമാനങ്ങൾ എടുപ്പിക്കാതിരിക്കാൻ നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് സൈക്കോളജിയെ നിയന്ത്രിക്കാനുള്ള ലളിതവും പ്രായോഗികവുമായ വഴികൾ പഠിക്കുക എന്നതാണ് ഇന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പഠിക്കാം. വിജയികളായ നിക്ഷേപകർ ഇമോഷൻസ് ഇല്ലാത്ത റോബോട്ടുകളാണെന്ന മിഥ്യാധാരണയെ നമുക്ക് തകർക്കാം. അവരങ്ങനെയല്ല. സത്യത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച നിക്ഷേപകരിൽ ചിലർ സമ്മതിക്കുന്നത് അവർക്കെപ്പോഴും പേടിയും അത്യാഗ്രഹവും തോന്നാറുണ്ടെന്നാണ്. അവരെ വ്യത്യസ്തമാക്കുന്നത് അവരുടെ തയ്യാറെടുപ്പാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ തയ്യാറെടുക്കും? നമുക്ക് ഏറ്റവും പ്രായോഗികമായ ടിപ്പുകളിലേക്ക് കടക്കാം. ടിപ്പ് നമ്പർ 1: നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ സ്റ്റെപ്പുകളും ഓട്ടോമേറ്റ് ചെയ്യുക. ഒരു കാര്യം അറിയാമോ? നമ്മുടെയൊക്കെ ബ്രെയിൻ എല്ലാ ദിവസവും ശരിക്കൊന്ന് ആലോചിക്കുകയോ പോലും ചെയ്യാതെ നൂറുകണക്കിന് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇമോഷൻസിനെ നിയന്ത്രിക്കാനുള്ള ആദ്യ പടി കഴിയുന്നത്ര തീരുമാനങ്ങളിൽ നിന്ന് നിങ്ങളെ തന്നെ മാറ്റി നിർത്തുക എന്നത്. SIPകൾ സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തിലായാലും പേടിച്ചിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കും. അതുപോലെ മാർക്കറ്റ് ഇടിയുമ്പോൾ പേടിച്ചു പണം പിൻവലിക്കാതിരിക്കാൻ അതിനുള്ള വഴികളും ഓട്ടോമേറ്റ് ചെയ്തു വെക്കുക. ദൈനംദിന മൂഡിനും മാർക്കറ്റ് വാർത്തകൾക്കും നിങ്ങൾ എത്രമാത്രം കുറവ് പ്രാധാന്യം നൽകുന്നുവോ അത്രയും മികച്ചതായിരിക്കും നിങ്ങളുടെ ലോങ് ടേം റിസൾട്ട്സ്. ടിപ്പ് നമ്പർ 2: ഒരു ഇൻവെസ്റ്റിംഗ് ജേണൽ ഉപയോഗിക്കുക. അധികം ആരും വിലകൽപ്പിക്കാത്ത പക്ഷേ വളരെ ശക്തമായ ഒരു രീതിയാണിത്. എന്തെങ്കിലും വാങ്ങാനോ വിൽക്കാനോ പോകുന്നതിന് മുൻപ് ഒരു നിമിഷം നിൽക്കുക. സ്വയം ചോദിക്കുക, എന്തിനാണ് ഞാനിത് ചെയ്യുന്നത്? ആ കാരണം ഒരു പേപ്പറിലോ ഫോണിലോ എഴുതി വയ്ക്കുക. പിന്നീട് ആ ഒരു ആവേശമൊക്കെ അടങ്ങുമ്പോൾ നിങ്ങളുടെ അടുത്ത തീരുമാനം എടുക്കുന്നതിന് മുൻപ് ആ ഡയറി ഒന്നുകൂടി എടുത്ത് വായിച്ചു നോക്കുക. ഒരു മോശം മൂഡോ അല്ലെങ്കിൽ അത്യാഗ്രഹമോ ആണോ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് പിന്നിലെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. നിങ്ങളുടെ സ്വന്തം പാറ്റേണുകൾ മനസ്സിലാക്കാനും നിങ്ങൾ പഠിക്കും. ടിപ്പ് നമ്പർ 3: ബൈ ചെയ്യുന്നതിനും സെൽ ചെയ്യുന്നതിനും മുൻപ് ഒരു ചെക്ക് ലിസ്റ്റ് ഫോളോ ചെയ്യുക. ആയിരക്കണക്കിന് തവണ വിമാനം പറത്തിയിട്ടുണ്ടെങ്കിൽ പോലും പൈലറ്റുമാർ ഒരു ചെക്ക് ലിസ്റ്റ് ഇല്ലാതെ വിമാനം പറത്താൻ വിസമ്മതിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ ആ സ്ട്രാറ്റജി നമുക്കും കോപ്പിയടിക്കാം. ഓരോ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിംഗിനും മുൻപ് നിങ്ങളുടെ പേഴ്സണൽ ചെക്ക് ലിസ്റ്റിലൂടെ കടന്നുപോകുക. ഈ തീരുമാനം ഒരു പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണോ അതോ വെറും വികാരത്തിന്റെ പുറത്താണോ? എന്തെങ്കിലും ട്രെൻഡിംഗ് ആയതുകൊണ്ട് മാത്രമാണോ ഞാനിത് ചെയ്യുന്നത്, അതോ ഞാൻ ശരിക്കും റിസർച്ച് ചെയ്ത ഒന്നാണോ? നിങ്ങളുടെ ഉത്തരം ഇമോഷണൽ ആണെങ്കിൽ ഒന്ന് നിർത്തുക. അതൊരു റെഡ് ഫ്ലാഗ് ആണ്. ടിപ്പ് നമ്പർ 4: മാർക്കറ്റ് ഇടിയുന്ന ദിവസങ്ങളെയും വോളറ്റൈലിറ്റിയെയും അംഗീകരിക്കുക. മാർക്കറ്റിൽ എപ്പോഴും റെഡ് ഡേയ്സ് എന്ന് പറയുന്ന ചില ദിവസങ്ങൾ ഉണ്ടാകും. അതായത് മാർക്കറ്റ് മൊത്തത്തിൽ താഴേക്ക് പോകുന്ന ദിവസങ്ങൾ. മിക്ക നിക്ഷേപകരും ഈ നിമിഷങ്ങളിൽ പേടിക്കാറാണ് പതിവ്. പകരം അവയെ അവസരങ്ങളായി കാണുക. നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ നന്നായി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നിമിഷങ്ങൾ ഓടിപ്പോകാനുള്ളതല്ല, കൂടുതൽ വാങ്ങാനുള്ളതാണ്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഈ കറക്ഷനുകളൊക്കെ മാർക്കറ്റിൽ എപ്പോഴും സംഭവിക്കുന്നതാണ്, അല്ലാതെ ഇതൊരു ദുരന്തമൊന്നുമല്ല. ക്ഷമയോടെ ഇൻവെസ്റ്റ് ചെയ്ത് വിജയിച്ചവരുടെ കഥകൾ വായിക്കുക. കാരണം ഓർമ്മയുണ്ടല്ലോ, ഇൻവെസ്റ്റ്മെന്റിന്റെ ഓട്ട മത്സരത്തിൽ എപ്പോഴും ആമയാണ് മുയലിനെ തോൽപ്പിക്കുന്നത്. ടിപ്പ് നമ്പർ 5: ഒരു ഇൻവെസ്റ്റിംഗ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക. നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങളുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തും. നിങ്ങൾ പേടിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ ഹോട്ട് ടിപ്പ് ഗ്രൂപ്പുകളെയോ മാത്രം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇമോഷണലായി പ്രതികരിക്കും. ശാന്തവും വിശ്വസനീയവുമായ ഒരു സർക്കിൾ കണ്ടെത്തുകയോ ഉണ്ടാക്കുകയോ ചെയ്യുക. അച്ചടക്കം, പഠനം, ലോങ് ടേം സക്സസ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സുഹൃത്തുക്കളോ ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റിയോ ആകാം. ഇമോഷൻസ് ഉയർന്നു നിൽക്കുമ്പോൾ ആ ഗ്രൂപ്പ് നിങ്ങളെ നേർവഴിക്ക് നയിക്കട്ടെ. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതാണ്: അടക്കി വെക്കുന്നതിനേക്കാൾ നല്ലത് സ്വയം മനസ്സിലാക്കുന്നതാണ്. നിങ്ങൾക്ക് പേടി, അത്യാഗ്രഹം, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് അല്ലെങ്കിൽ സംശയം തോന്നുമ്പോൾ സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. അതിനെ ശ്രദ്ധിക്കുക. ഒരു ദീർഘശ്വാസം എടുക്കുക. എന്നിട്ട് പറയുക, അതെന്റെ ബ്രെയിൻ അതിന്റെ പുരാതനമായ ജോലി ചെയ്യുന്നു, പക്ഷേ ഞാനൊരു പുതിയ ശീലം ഉണ്ടാക്കുകയാണ്. പഴയ പാറ്റേണുകൾ നിങ്ങൾ തിരിച്ചറിയുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഓരോ തവണയും നിങ്ങളൊരു നിക്ഷേപകനാണെന്ന നിലയിൽ നിങ്ങൾ കൂടുതൽ ശക്തരാകും. ഒറ്റയടിക്ക് പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കുന്നതിലല്ല കാര്യം.
മറിച്ച് ഓരോ ദിവസവും കുറേശ്ശെ മെച്ചപ്പെടുന്നതിലാണ്. നമ്മുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കുന്നതിൽ നേടുന്ന ഓരോ ചെറിയ വിജയങ്ങളിലാണ് കാര്യം. കാലക്രമേണ ആ ചെറിയ വിജയങ്ങൾ ശീലങ്ങളായി മാറും. ആ ശീലങ്ങൾ യഥാർത്ഥ സമ്പത്തുണ്ടാക്കും. ഈ ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ പ്രാക്ടിക്കൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അവസാനമായി ഒരു കാര്യം, നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഇമോഷണൽ ശീലം ഏതാണ്? പേടിയാണോ? അത്യാഗ്രഹമാണോ? നിങ്ങളുടെ ഉത്തരം താഴെ കമന്റ് ചെയ്യുക. നമുക്ക് കാണാം ആരൊക്കെയാണ് ഒരേ ബോട്ടിലെന്ന്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ഏത് സ്റ്റോക്ക് വാങ്ങുന്നു എന്നതിലല്ല യഥാർത്ഥ കളി, മറിച്ച് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഡിസിപ്ലിനിലാണ്. ആ യാത്ര നിങ്ങളിപ്പോൾ എവിടെയാണെങ്കിലും ഇവിടെ വെച്ച് ഇന്ന് തുടങ്ങുന്നു.